ഹലോ ആൻഡ് വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ കുറിച്ചാണ്. ഈ ഇലക്ട്രോണിക് സർക്യൂട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഓരോ കമ്പോണൻസും ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്തിനാണ് ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആദ്യമായി ഒരു സർക്യൂട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 5 വോൾട്ട്, ഇതൊരു ബാറ്ററി ആകാം അല്ലെങ്കിൽ ഒരു ചാർജർ ആകാം. ഈ ചാർജറിൽ നിന്ന് നമുക്കൊരു 3 വോൾട്ട് ബൾബ് പ്രകാശിപ്പിക്കണം. അപ്പോൾ അതിനായി ഇത് ഡയറക്റ്റ് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വലിയൊരു കറൻറ്റ് പാസ് ചെയ്ത് പോവുകയും ഇത് നശിച്ചു പോവുകയും ചെയ്യുന്നു, ഇത് ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനായി നമുക്ക് ചെയ്യാവുന്നത് ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റിനെ ലിമിറ്റ് ചെയ്യണം. ആ കറൻറ്റിനെ ലിമിറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മളിവിടെ ഒരു റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഈ റെസിസ്റ്റർ ഇടുന്നത് കൊണ്ട് ഈ 5 വോൾട്ടേജ് എന്നുള്ളത് ഒരു 2 വോൾട്ട്, ഇവിടെ 3 വോൾട്ടാണ് ആവശ്യം ഇതിന് അക്രോസ്. ബാക്കി വരുന്ന 2 വോൾട്ടേജ് ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പായി പോകണം. ഡ്രോപ്പായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ഇതിലൂടെ കടന്നു വരുമ്പോൾ 2 വോൾട്ട് ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന 3 വോൾട്ട് മാത്രമേ ഇതിലൂടെ പാസ് ചെയ്യാൻ പാടുകയുള്ളൂ. അതിനാണ് നമ്മൾ ഈ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ വോൾട്ടേജിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണും എത്രത്തോളം പവറിനെ, എത്രത്തോളം ഫോഴ്സിനെ വഹിക്കുന്നു എന്നുള്ളതാണ് വോൾട്ടേജ്. ഇതിപ്പോൾ ഇലക്ട്രോണാണെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിൽ ഇതാണ് 5 വോൾട്ട്സ്. ഓരോ ഇലക്ട്രോണും 5 വോൾട്ട് ഓഫ് എനർജി ആണ് ഈ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആവശ്യം ഈ 5 വോൾട്ടുമായി പോയാൽ ഇതിലൂടെ കൂടുതൽ കറണ്ട് ഒഴുകുന്നു. ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണക്കാക്കുവാൻ നമുക്ക് ഇതിൽ നിന്ന് സാധ്യമാണ്. അതായത് ഈ ബൾബിലൂടെ 3 വോൾട്ട് കൊടുക്കുമ്പോൾ മാക്സിമം 30 മില്ലി കറണ്ട് പോകുന്നത്. അതായത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബൾബിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് 3 വോൾട്ടാണ് ബൾബിന് അക്രോസ് ഉള്ളത്. ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് മാക്സിമം 30 മില്ലി ആംപിയർ ആണ്. 30 × 10⁻³ ഇതാണ് 30 മില്ലി ആംപിയർ കറണ്ടാണ് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബൾബിൽ ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഓം റെസിസ്റ്റൻസ് ആണ് ഈ ബൾബിനുള്ളത്. ഈ ബൾബിൽ 100 ഓം റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. നമ്മൾ 5 വോൾട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബൾബിലൂടെ 5 ഇതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാതെ ഈ ബൾബ് മാത്രം ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. അതായത് വോൾട്ടേജ് 5 വോൾട്ട് ആയിരിക്കും ഈ ബൾബിന് അക്രോസ്. ഈ റെസിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് 5 വോൾട്ടും ഈ ബൾബിന് അക്രോസ് വരുന്നു. 5 റെസിസ്റ്റൻസ് 100 ഓം, അതായത് 50 മില്ലി ആംപിയർ കറൻറ്റ് ഒഴുകുന്നു. നമുക്കിവിടെ അലൗഡായ കറണ്ട്, നമുക്ക് ഇതിലൂടെ പോകാൻ അനുവദിച്ചിരിക്കുന്ന കറൻറ്റ് 30 മില്ലി ആംപിയർ ആണ്. പക്ഷേ 50 മില്ലി ആംപിയർ പോകുന്നു. പക്ഷേ ഇത് 50 മില്ലി ആംപിയർ പോകുന്നു എന്ന് പറഞ്ഞാൽ 50 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 30-ൽ നിന്ന് 50-ലേക്ക് മാറുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് ഈ 50 മില്ലി ആംപിയർ കറൻറ്റും വഹിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. ഓരോ ഇലക്ട്രോണും വഹിക്കുന്നത് 5 വോൾട്ടാണ്. അപ്പോൾ 50 മില്ലി ആംപിയർ കറണ്ട് വഹിക്കുന്ന പവർ കണക്കാക്കാൻ P = V × I. V ഇവിടെ 5 വോൾട്ടാണ് ഇവിടെ, അതുകൊണ്ട് 5 × 50 മില്ലി ആംപിയർ = 250 മില്ലി വാട്ട്. 250 മില്ലി വാട്ട് ഇതിലൂടെ ഒഴുകും. ഈ 5 വോൾട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഇതിൻ്റെ മാക്സിമം പവർ കപ്പാസിറ്റി, ബൾബിൽ മാക്സിമം പവർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3 വോൾട്ട് 30 മില്ലി ആംപിയർ ഒഴുകിക്കഴിഞ്ഞാൽ 90 മില്ലി വാട്ടാണ് ഇതിൽ ഒഴുകാവുന്ന മാക്സിമം കറണ്ട് ഇതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ 5 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ 250 മില്ലി വാട്ട് കറണ്ട് പവർ ഇതിലൂടെ ഒഴുകുന്നു. അതായത് 3 ഇരട്ടി, ഏകദേശം 3 ഇരട്ടി പവർ ഇതിലൂടെ ഒഴുകുന്നു. അതുകൊണ്ട് ഈ ബൾബ് നശിച്ചു പോകുന്നു. ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റർ ഇടുന്നത്. ഈ റെസിസ്റ്റർ ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ ഈ 5 വോൾട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതാണ് ഓരോ ഇലക്ട്രോണും. ഈ ഇലക്ട്രോൺ 5 വോൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഈ 5 വോൾട്ടിൽ 2 വോൾട്ട് എനർജി ഇതിലൂടെ കടന്നു പോകാൻ ഉപയോഗിക്കുന്നു. ബാക്കി 3 വോൾട്ട്
ഇതിന് അക്രോസ് വരുന്നു. അപ്പോൾ അതിനാണ് ഈ റെസിസ്റ്റർ നമ്മൾ ഇടുന്നത്. ഇനി ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ കണക്കാക്കുന്നു നോക്കുന്നു. അതായത് നമുക്ക് ഇവിടെ വേണ്ടത് 3 വോൾട്ടും നമ്മൾ കൊടുക്കുന്ന വോൾട്ട് 5 വോൾട്ടുമാണ്. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട വോൾട്ട്, അതായത് നമുക്ക് ഒഴിവാക്കി മാറ്റേണ്ട വോൾട്ടേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 വോൾട്ടാണ്. അതായത് VR എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിലെ വോൾട്ടേജ് നമുക്ക് ഒഴിവാക്കി മാറ്റേണ്ട വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഈ ഇൻപുട്ട് വോൾട്ടേജിൽ നിന്ന് ഈ ബൾബിൻ്റെ വോൾട്ടേജ് കുറയ്ക്കുക. VS സോഴ്സിലെ വോൾട്ടേജ് മൈനസ് V ഇൻറ്റു ലോഡിലെ വോൾട്ടേജ്. ലോഡ് എന്ന് പറഞ്ഞാൽ ബൾബിലെ വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 - 2 3 എന്ന് വരുന്നു. ഇതിൽ മാക്സിമം അനുവദനീയമായ കറണ്ട് 30 മില്ലി ആമ്പിയർ ആണ്. അതുകൊണ്ട് നമുക്കിനി റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഈ 30 മില്ലി ആമ്പിയർ കറണ്ട് ഒഴുകുമ്പോൾ ഇതിന് അക്രോസ് 2 വോൾട്ട് പോകണം. അതായത് അപ്പോൾ V/R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. 2 വോൾട്ട് ഡിവൈഡ് ബൈ 30 മില്ലി ആമ്പിയർ എന്ന് പറഞ്ഞാൽ 66 ഓം റെസിസ്റ്ററാണ് ഇവിടെ ഇടേണ്ടത്. ഇവിടെ ഇടേണ്ടത് 66 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ 2 വോൾട്ട്, ഈ എനർജിയിൽ 2 വോൾട്ടേജ് ഡ്രോപ്പ് ആവുകയും ഇതിലൂടെ കടന്നു പോകാൻ ഉപയോഗിക്കുകയും ബാക്കി 3 വോൾട്ട് ഈ ബൾബിലൂടെ പോവുകയും ചെയ്യുന്നു. ഈ 3 വോൾട്ട് ഈ ബൾബിൽ വരുന്ന സമയത്ത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് 100 ആയതുകൊണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 3 ഡിവൈഡ് ബൈ 100 മാക്സിമം 30 മില്ലി ആമ്പിയർ കറണ്ട് ഇതിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇതിലെ ഒരു പോരായ്മ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് ഇതിൽ നമ്മളിപ്പോൾ കണക്ക് കൂട്ടി 2 വോൾട്ടേജ് ഇതിനെ ക്രോസ് ഡ്രോപ്പ് ആകുന്നു. അതായത് ഈ ഓരോ ഇലക്ട്രോണും പോകുന്ന സമയത്ത് അതിലുള്ള 5 വോൾട്ടിൽ 2 വോൾട്ട് ഇതിൽ കൂടെ കടന്നു പോകാൻ ഉപയോഗിക്കുന്നു. ഈ കടന്നു പോകാൻ ഉപയോഗിക്കുന്ന വോൾട്ടേജ് വേസ്റ്റായി പോവുകയാണ്. മൊത്തം എടുക്കുന്ന വോൾട്ടേജിൽ നിന്ന് ഈ 5 വോൾട്ടേജിൽ നിന്ന് 2 വോൾട്ടേജ് ഡ്രോപ്പായി പോവുകയാണ്. അതായത് 5ൽ 2 ഭാഗം വേസ്റ്റായി പോവുകയാണ്. മൊത്തം 5 ആണ്, അതിൽ 2 ഭാഗം വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് 2 വോൾട്ടാണ്. ഇതിൽ പവർ ലോസ് നമുക്ക് കണക്കാക്കാം. ഇതിൽ പവർ ലോസ് കണക്കാക്കാൻ 2 വോൾട്ടാണ് ഇതിനെ ക്രോസുള്ള ഡ്രോപ്പ്. അതായത് VR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വോൾട്ടാണ്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് 30 മില്ലി ആമ്പിയർ ആണ്. അതായത് 60 മില്ലി വാട്ട് ഇതിന് അക്രോസ് വേസ്റ്റായി പോകുന്നു. 60 മില്ലി വാട്ട് എനർജി ഇതിൽ വേസ്റ്റായി പോകുന്നു. ഇനി നമുക്ക് ടോട്ടൽ എനർജി നോക്കാം. ഇതിൽ 5 വോൾട്ടാണ് ഈ സോഴ്സ് വോൾട്ടേജ്. ഈ സോഴ്സ് വോൾട്ടേജിൽ നമ്മൾ കടന്നു പോകുന്ന കറണ്ട് 30 മില്ലി ആമ്പിയർ ആണ്. അതായത് മൊത്തത്തിൽ 150 മില്ലി വാട്ട് എനർജി ഈ സോഴ്സിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ബൾബിൽ ഉപയോഗിക്കുന്ന വോൾട്ടേജ് 3 വോൾട്ട് ബൾബിന് അക്രോസും വരുന്നുണ്ട്, 30 മില്ലി ആമ്പിയർ കറണ്ട് വരുന്നുണ്ട്. അതായത് 90 വാട്ട് എനർജി ബൾബിൽ ചിലവാകുന്നു. മൊത്തം 150 വാട്ടാണ്. 60 വാട്ട് റെസിസ്റ്ററിന് അക്രോസ് പോകുന്നു. അതായത് എഫിഷ്യൻസി എന്ന് പവർ 150 ആണ്. 150ൽ നമുക്ക് ആകെ ഉപയോഗിക്കുന്നത് 90 ആണ്. അപ്പോൾ 150ൽ 90 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60% മാത്രമേ ഇതിന് എഫിഷ്യൻസി ഉള്ളൂ. 40% ഇതിനെ ക്രോസ് വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി. അതായത് ഡയറക്റ്റ് 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 മില്ലി ആമ്പിയർ കറണ്ട് ഇതിലൂടെ ഒഴുകും. 50 മില്ലി ആമ്പിയർ കറണ്ട് എൻ്റെ എനർജി 5 വോൾട്ട് വെച്ച് 250 മില്ലി വോൾട്ട് ഇതിലൂടെ ഒഴുകും. 250 മില്ലി വോൾട്ടിനെ 90 മില്ലി വാട്ട് എന്ന ലെവലിലേക്ക് ഇതിൻ്റെ മാക്സിമം പവറിലേക്ക് കുറയ്ക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മൾ ഈ സ്വിച്ചിനെ ഓണും ഓഫും ആക്കും. ഓൺ ഓഫ് ആ രീതിയിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് 90 മില്ലി വാട്ട് ആണ് ഈ ബൾബിൽ കൂടെ പോകേണ്ടത്. പക്ഷെ നമുക്കിവിടെ 250 മില്ലി വാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 250 മില്ലി വാട്ടിനെ നമുക്ക് 90 മില്ലി വാട്ട് ആക്കണം. അതായത് അപ്പോൾ എത്ര സമയം നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്യണം? 250 മില്ലി വാട്ട് എനർജിയെ 5 വോൾട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഈ 5 വോൾട്ട് ഈ സ്വിച്ച് എല്ലാ സമയവും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 250 മില്ലി വാട്ട് ഓരോ സെക്കൻഡിലും ഈ ബൾബിനെ അക്രോസ് പോകും. നമുക്ക് അതിനെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് എത്ര നേരം ഓൺ ചെയ്യണം? അതായത് 250 മില്ലി വാട്ടിനെ നമുക്ക് 90 മില്ലി വാട്ടാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോ എടുക്കുക. അതായത് നമുക്ക് വെറും 90 മില്ലി വാട്ടിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 100ആയി കണക്കാക്കുക. ഇവിടെ 5 ആമ്പിയർ കറൻറ്റ്
ഫുൾ സമയത്ത് ഓണായി കഴിഞ്ഞാൽ 250 മില്ലി വാട്ട് ഇതിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് 100 മില്ലി വാട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ അതായത് ഈ റേഷ്യോ എടുത്താൽ മതി. എത്ര നേരം ഓൺ ചെയ്യണം? 250 മില്ലി വാട്ട് ഫുൾ ടൈം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 250 മില്ലി വാട്ട് ഇതിലൂടെ കടന്നു പോകും. 100 മില്ലി വാട്ട് കടന്നു പോകണമെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? അതായത് 100 ഡിവൈഡ് ബൈ 250 മില്ലി വാട്ട് സമം 2/5. 5ൽ 2 ഭാഗം 5ൽ 2 ഭാഗം ഓൺ ചെയ്താൽ മതിയാകും. അതായത് 1 സെക്കൻഡിൻ്റെ 5ൽ 2 ഭാഗം ഓണും ബാക്കി 5ൽ 3 ഭാഗവും ഓഫാക്കിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഈ പറഞ്ഞ 90 ഏകദേശം 100 മില്ലി വാട്ട്, ഈ 100 മില്ലി വാട്ട് ഇതിലൂടെ നമുക്ക് കടത്തിവിടുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ 2ൽ 5 ഭാഗം ഓൺ ചെയ്താൽ 1 സെക്കൻഡിൻ്റെ 2ൽ 5 ഭാഗം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 5 വോൾട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 100 ഓമാണ് നമ്മൾ കണക്ക് കൂട്ടി. ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് 100 ഓമാണ്. അതായത് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 100 ഓം, അത് 50 മില്ലി ആംപിയർ, 50 മില്ലി ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. ഇനി നമ്മളിത് 2ൽ1 സമയം 5ൽ 2 സമയത്തേക്ക് ഓൺ ചെയ്യുന്നുള്ളൂ. അതായത് 50 മില്ലി വാട്ടിനെ 50 മില്ലി വാട്ട് 50 × 10⁻³ 5ൽ 2 സമയത്തേക്ക് ഓൺ ചെയ്യുന്നുള്ളൂ. 5ൽ 2 സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മില്ലി വാട്ട്, 20 മില്ലി ആംപിയർ കറണ്ട് ആകും. അതായത് 5ൽ 2 സമയത്തേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 20 മില്ലി ആംപിയർ കറണ്ടേ ഒഴുകുന്നുള്ളൂ. ഇനി ഇതിൽ 20 മില്ലി ആംപിയർ കറണ്ടാണ് ഒഴുകുന്നതെങ്കിലും ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 വോൾട്ടാണ്. വോൾട്ടേജ് 5 വോൾട്ടും ഇപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ 20 മില്ലി ആംപിയറുമാണ്. അതുകൊണ്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V × I, അതായത് 5 വോൾട്ട് × 20 മില്ലി ആംപിയർ, അതായത് 100 മില്ലി വാട്ട്. ഇതാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഓൺ ടൈം 2ൽ 5 സമയം ഓണും ബാക്കി ഓഫുമാക്കി വയ്ക്കാം. പക്ഷേ ഇതിൽ ഉള്ളൊരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് 2ൽ 5 സമയം മാത്രമേ ഇത് കത്തുകയുള്ളൂ, ഈ ബൾബ്. ബാക്കി 3ൽ 5 സമയവും ഈ ബൾബ് ഓഫായിരിക്കും. 1 സെക്കൻഡിൽ 2ൽ 5 സമയം ഓണും ബാക്കി സമയം ബൾബ് ഓഫായും ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരു ബൾബാണെങ്കിൽ നമുക്കത് ഒരു ഡിമ്മർ ലൈറ്റ് പോലെ പ്രവർത്തിക്കും. ഓൺ ഓഫ് എന്ന രീതിയിൽ പ്രവർത്തിക്കും. നമുക്കങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയി പവർ സപ്ലൈ ചെയ്യണം. ഇത് ഈ ഓൺ സമയത്ത് മാത്രമേ പവർ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓഫ് സമയത്ത്, ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് പവർ സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് നമ്മൾ പാസീവ് കമ്പണൻസ്, ഈ റെസിസ്റ്ററിലെ ആക്റ്റീവ് കമ്പണൻസ് ആണ്. ആക്റ്റീവ് കമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, വോൾട്ടേജ് അടങ്ങിയ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൽ എനർജി ലോസ് ആകുന്നു. അതായത് ഇത് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നു, എനർജി ലോസ് ചെയ്യുന്നു. എന്നാൽ അതാണ് ആക്റ്റീവ് കമ്പണൻസ്. ഇനി പാസീവ് കമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അത് എനർജി, ഈ പറഞ്ഞ പോലെ എനർജിയെ തടയുന്നുണ്ട്. പക്ഷേ ആ എനർജിയെ അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല. അത് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അത്തരം ഇൻസ്ട്രുമെൻറ്റുകളെയാണ് നമ്മൾ പാസീവ് എലമെൻറ്റ്സ്, പാസീവ് കമ്പണൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എലമെൻ്റാണ് ഒരു ഇൻഡക്ടർ. ഇൻഡക്ടർ കറണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ അതിലുള്ള വോൾട്ടേജിനെ ഔട്ട്പുട്ടിലേക്ക് വേണ്ട വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നു, കറണ്ടിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. പക്ഷേ അത് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ സംഭരിക്കുന്ന എനർജി അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അതാണ് ഒരു ആക്റ്റീവ് കമ്പണൻ്റായ റെസിസ്റ്ററും പാസീവ് കമ്പണൻ്റായ ഇൻഡക്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇൻഡക്ടറിലൂടെ എങ്ങനെയാണ് ഈ കറണ്ട് പ്രവഹിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ കണ്ടു, ഇത് ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരിക എന്ന് നോക്കാം. ഈ 5 വോൾട്ട് ഇവിടെ 100 ഓം റെസിസ്റ്റർ ആണ് ഉള്ളത്. ബൾബ് ഒരു 100 ഓം റെസിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറണ്ട് എന്ന് നോക്കാം. ഈ ഗ്രാഫിൽ ഇത് നമ്മൾ പറഞ്ഞു 20 മില്ലി ആംപിയറാണ് മാക്സിമം കറണ്ട്. ഇത് 20 മില്ലി ആംപിയറാണെന്ന് വിചാരിക്കുക.
ഇത് 20 മില്ലി ആമ്പറാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആദ്യം ഓഫാണ്. പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറൻറ്റ് പെട്ടെന്ന് വർദ്ധിച്ച് 20 മില്ലി ആമ്പറിലേക്ക് എത്തുന്നു. ഈ 20 മില്ലി ആമ്പറിൽ നമ്മൾ പറഞ്ഞു 5/2 സമയം നമ്മളിത് ഓൺ ചെയ്ത് വയ്ക്കുന്നു. ഇത്ര നേരത്തേക്ക് ഈ കറൻറ്റ് 20 മില്ലി ആമ്പറായി ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നു. അതിനുശേഷം 3/5 സമയം, മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതിൽ 2 ഭാഗം ഓണും 3 ഭാഗം ഓഫുമാക്കി വയ്ക്കുന്നു. ഇത്രയും സമയം ഓഫായിരിക്കും. ഈ സമയത്ത് ഒരു കറൻറ്റും ഒഴുകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് കറണ്ട് ഒഴുകുന്നു, മറ്റു സമയത്ത് കറണ്ട് ഒഴുകുന്നില്ല. ഈ ഡിസ്കണ്ടിന്യൂറ്റി ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഇൻഡക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിലുള്ള എനർജിയെ ചേഞ്ച് ചെയ്യാൻ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലൂടെ കറൻറ്റ് കടന്നു പോകുമ്പോൾ, നമ്മളിവിടെ പറഞ്ഞു ഓരോ കറൻറ്റിനും ഓരോ എനർജി ഉണ്ട്. പെട്ടെന്ന് ഇതിലൂടെ കറൻറ്റ് കടന്നു പോകുമ്പോൾ ഇതിലുള്ള കറൻറ്റ് കടന്നു പോകുമ്പോൾ ഇതിലുള്ള എനർജി പെട്ടെന്ന് ചേഞ്ച് ആകുന്നു. ഈ പെട്ടെന്ന് എനർജി ചേഞ്ച് ആകുന്നതിന് ഇത് സമ്മതിക്കുന്നില്ല. അതിനെ ഒപ്പോസ് ചെയ്യുന്നു, എതിർക്കുന്നു. ആ ഒപ്പോസ് ചെയ്യുമ്പോൾ ആ ഒപ്പോസിഷനെ അതിജീവിച്ച് വേണം ഈ കറൻറ്റ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ കറൻറ്റ് അതിൻ്റെ ഒരു ഭാഗം എനർജി ഇതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കുന്ന എനർജിയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡായി സ്റ്റോർ ചെയ്യുന്നത്. ഈ ഇൻഡക്ടറിനെ കുറിച്ച് ഒരു വീഡിയോ, ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയി എന്താണെന്ന് വിവരിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളിത് അറിയാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ഹൈ കറൻറ്റ് ഒഴുകുന്ന സമയത്ത് അത് എനർജിയും കൊണ്ടാണ് ഒഴുകുന്നത്. ആ എനർജി പെട്ടെന്ന് ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഇൻഡക്ടർ പെട്ടെന്നുള്ള എനർജി ചേഞ്ചിനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് അവസ്ഥ, ബസ്സിലായിരിക്കുമ്പോൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇടുമ്പോൾ നമ്മുടെ ശരീരം മുന്നോട്ട് ചലിക്കുകയും ബസ് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരം ആ എനർജിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ ഈ ഇൻഡക്ടറുടെ പ്രത്യേകതയും അതുതന്നെയാണ്. അത് ഇൻഡക്ടർ അതിൽ ആദ്യം എനർജിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്നൊരു എനർജി കയറി വരുന്ന സമയത്ത് അത് പെട്ടെന്ന് അതിനെ വിസമ്മതിക്കുന്നു. അതിനെ പെട്ടെന്ന് എനർജി ഇങ്ങോട്ട് വരാൻ അത് സമ്മതിക്കുന്നില്ല. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇവിടെ വരുന്ന 5 വോൾട്ടിനെ ഒരു വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ബാക്കി വോൾട്ടേജ് മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. ഈ വോൾട്ടേജ് റെസിസ്റ്ററിൽ നിന്ന് വിരുദ്ധമായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇൻഡക്ടറിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ L = di/dt. അതായത് ഇതിലൂടെ ഒരു കറൻറ്റ് പോകുന്ന സമയത്ത് അതിനൊരു പർട്ടിക്കുലർ ഇൻഡക്റ്റൻസ്, അതായത് ഒപ്പോസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ അതും എത്രത്തോളം വോൾട്ടേജ് ഉണ്ടാക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 2 ടേംസിനെയാണ്. എത്രത്തോളം കറണ്ടിൽ വ്യത്യാസം വരുന്നു, പിന്നെ എന്താണ് ആ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ. ഈ രണ്ട് വാല്യൂവിനെ ആശ്രയിച്ചാണ് വോൾട്ടേജ് വരുന്നത്. അതായത് ഇപ്പോൾ ഈ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണെങ്കിൽ ചെറിയൊരു ചേഞ്ച് കറണ്ടിൽ ചേഞ്ച് മതി ഇവിടെ വലിയൊരു വോൾട്ടേജ് ഉണ്ടാകാൻ. എന്നാൽ ഇൻഡക്റ്റൻസ് കുറവാണെങ്കിൽ കൂടുതൽ കറണ്ടിനെ ഇത് കടത്തിവിടും. എന്നാൽ മാത്രമേ ഇവിടെ വലിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഡക്റ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കറണ്ടിനെ ഇതിലൂടെ പാസ് ചെയ്യാം. എന്നാൽ വലിയൊരു ഇൻഡക്റ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൂടെ കുറച്ച് കറണ്ടിനെ പാസ് ചെയ്യുമ്പോൾ തന്നെ, കുറച്ച് ചേഞ്ച് ഇൻ കറണ്ടിനെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ആവശ്യമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇതിനെ ക്രോസ് വരുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ സ്വിച്ച് ഓൺ ഓഫ് ആക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 5/2 സമയത്ത് ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് പീക്കായി റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളൊരു ഇൻഡക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കറണ്ട് ഇങ്ങനെ റൈസ് ചെയ്യുക. ഇൻഡക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ കറണ്ട് ഇതാണ് മാക്സിമം. നമ്മൾ 20 മില്ലി ആമ്പിയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. 20 മില്ലി ആമ്പിയറാണ് മാക്സിമം കറണ്ട്. ഈ 20 മില്ലി ആമ്പിയറിലേക്ക് എത്താൻ
ഇൻഡക്ടറിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ ഇൻഡക്ടറിൻ്റെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ വലിയ ഇൻഡക്ടർ ആണെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും ഈ വോൾട്ടേജിലേക്ക് എത്താൻ. ടൈം കൂടുതൽ എടുക്കും. അതായത് di/dt വലിയ ഇൻഡക്ടർ ആണെങ്കിൽ di/dt കുറവായിരിക്കും. അതായത് ചേഞ്ച് ഇൻ കറണ്ട് ഒരു സെക്കൻഡിൽ, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സമയത്തിനുള്ളിൽ കറണ്ട് ഇത്ര മാത്രമേ കൂടുന്നുള്ളൂ. ഈ ഒരു ടൈമിനുള്ളിൽ കറണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇത് ഇത്ര മാത്രമേ കൂടുന്നുള്ളൂ. അതേസമയം ഈ ഇൻഡക്ടറിൻ്റെ വാല്യൂ ചെറുതാണെങ്കിൽ ചെറുതാകും തോറും ഈ ചേഞ്ച്, ഇപ്പോൾ ഇൻഡക്ടറുടെ വാല്യൂ ചെറുതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ സമയത്തിനുള്ളിൽ കറൻറ്റ് കണ്ടോ, ഇവിടെ ഇത്ര മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ഇവിടെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വാല്യൂ കുറയും തോറും ഇത് മാക്സിമം വാല്യൂവിലേക്ക് പെട്ടെന്ന് എത്തും. ഇപ്പോൾ ഒരു ഇൻഡക്ടറും ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് എത്തുന്നു. അപ്പോൾ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ആ കറൻറ്റിൻ്റെ എത്ര വേഗം കറൻറ്റ് പോകുന്നു എന്നുള്ളതിനെ തടയാം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഇൻഡക്ടർ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് 20 മില്ലി ആമ്പിയറിലേക്ക് ഉയരുകയില്ല. മാത്രമല്ല ആ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ എക്സ്ട്രാ വരുന്ന എനർജി ഇവിടെ സേവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ളൊരു ഇൻഡക്ടർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ സ്ലോപ്പ്. അതായത് ഈ di/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഈ കറണ്ട് വർദ്ധിക്കാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് മാക്സിമം എത്ര വാല്യൂവിൽ എത്തും? ഇൻഡക്ടറിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് കൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് എത്തുള്ളൂ. എന്നാൽ ഇൻഡക്ടറിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വാല്യൂവിലേക്ക് എത്തും ഒരു സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ചെറിയ ഇൻഡക്ടർ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൂടെ കൂടുതൽ കറണ്ട് പ്രവഹിച്ചാൽ മാത്രമേ ഇവിടെ 2 വോൾട്ടേജ് ഡ്രോപ്പ് ആവുള്ളൂ, ബാക്കി 3 വോൾട്ട് ഇവിടെ എത്തുകയുള്ളൂ. എന്നാൽ വലിയൊരു ഇൻഡക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൂടെ കുറച്ച് കറണ്ട് മാത്രമേ പ്രവഹിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ കിട്ടുന്ന കറണ്ട് കുറവായിരിക്കും. ആ കുറച്ച് കറണ്ട് പ്രവഹിക്കുമ്പോൾ തന്നെ ഇവിടെ 2 വോൾട്ടേജ് ഇവിടെ വരും, ബാക്കി 3 വോൾട്ടേജ് ഇവിടെ വരും. അപ്പോൾ വലിയ ഇൻഡക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന പവർ കുറവായിരിക്കും. ഇനി ഇൻഡക്ടർ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ൽ 2 ഭാഗം ഓൺ ചെയ്തു, ബാക്കി 5ൽ 3 ഭാഗം ഓഫാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബൾബിലേക്ക് പവർ ഒന്നും പ്രവഹിക്കുന്നില്ല. ഇത് മാറ്റാനായിട്ടാണ് ഈ ഇൻഡക്ടർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എനർജി ഉണ്ട്. ഈ ഇൻഡക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏത് എനർജിയിൽ ഇരിക്കുന്നോ അതേ എനർജിയിൽ തുടരാൻ ആണ് അത് ശ്രമിക്കുന്നത്. അതായത് ഫിസിക്കൽ ഇനർഷ്യ പോലെ, ജഡത്വം പോലെ. അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ എനർജി ഉണ്ട്. ഈ എനർജി നിലനിൽക്കുന്നത് ഈ കറൻറ്റിൻ്റെ ഫ്ലോ മൂലമാണ് ഈ എനർജി നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്ന സമയത്തും ഈ കറൻറ്റിന് പോകാൻ ഒരു വഴി ആവശ്യം, ഒരു പാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ സഡൻ ചേഞ്ച്, പെട്ടെന്ന് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് എങ്ങോട്ടെങ്കിലും ഇതിലെ എനർജി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഇതിലെ കറണ്ട് ഇങ്ങനെ ഒഴുകണം. എന്നാലേ ഇതിലെ എനർജി നിലനിൽക്കുള്ളൂ. അതായത് കൈനറ്റിക് എനർജി മൂലമാണ് ഇതിൽ നിലനിൽക്കുന്നത്. പെട്ടെന്ന് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അത് കൊളാപ്സ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ മാഗ്നറ്റിക് ഫീൽഡ് വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും ഈ കറണ്ടിനെ ഒഴുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു വോൾട്ടേജ് വരും, ഈ ഒരു ട്രാൻസിസ്റ്റർ നശിച്ചു പോകും, ഈ സർക്യൂട്ട് നശിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഡയോഡ് കൊടുക്കുന്നു. ഈ ഡയോഡ് കൊടുക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡയോഡ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇതിൽ 0.7 വോൾട്ട്, ഇവിടെ ഒരു +0.7 വോൾട്ടും ഇവിടെ ഗ്രൗണ്ടും കൊടുത്താൽ ഇത് ഓണാകും. അപ്പോൾ ഇതിപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാറ്ററി ഇങ്ങനെ ഇവിടുന്ന് വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓണായിരുന്ന സമയത്ത് കറണ്ട് ഇൻഡക്ടറിലൂടെ ഈ ബൾബിലൂടെ ഒഴുകി തിരികെ ഇവിടെ എത്തുന്നു. ഇത് പെട്ടെന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡക്ടർ അതിൻ്റെ എനർജി നിലനിർത്താൻ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോൾട്ടേജ് പ്ലസും ഇവിടെ മൈനസുമായിരിക്കും. അതായത് ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇതിലൂടെ വന്ന് ഈ കറണ്ട് ഇതിലൂടെ വന്ന് ഇതിൻ്റെ എനർജി ചേഞ്ച് ചെയ്യുന്നതിനെ തടുക്കുന്നതിന് വേണ്ടി ഇതിനെ ഒപ്പോസ് ചെയ്യും. പക്ഷേ ഇതിൽ ഒരു ലിമിറ്റ് കറണ്ട്, ഒരു പർട്ടിക്കുലർ എനർജി ഇതിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി നിലനിർത്താൻ വേണ്ടി ഇതിൻ്റെ വോൾട്ടേജ് ട്വിസ്റ്റ് ചെയ്യും. അതായത്
റിവേഴ്സ് ആക്കും. അപ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസും വരും. അപ്പോൾ ഇവിടെ മൈനസും വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസും ഈ പോയിൻ്റ് പ്ലസും ആകുമ്പോൾ ഈ ഡയോഡ് ഓൺ ആകുന്നു. അങ്ങനെ ആ കറൻറ്റ് ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ സ്വിച്ച് ഓഫ് ടൈമിലും നമ്മൾ 2/3 ടൈം സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്, ഈ സ്വിച്ച് ഓഫ് ടൈമിലും നമുക്ക് ഇതിലൂടെ കറൻറ്റ് ഒഴുകാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻഡക്ടറിൻ്റെ ഉപയോഗം. ആ സ്വിച്ച് ഓഫ് ടൈമിലും അത് സേവ് ചെയ്ത പവർ ഉപയോഗിച്ച് ഈ ലോഡിലൂടെ കറൻറ്റ് ഒഴുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി, റെസിസ്റ്ററിൽ നിന്ന് വ്യത്യസ്തമായി, റെസിസ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡിസിപ്പേറ്റീവ് ആണ്, അതായത് എനർജി വെറുതെ വേസ്റ്റായി പോവുകയാണ്. പക്ഷേ ഇത് ഇൻഡക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ എനർജി അങ്ങനെ വേസ്റ്റായി പോകുന്നില്ല. ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ സേവ് ചെയ്ത എനർജി നമ്മുടെ ലോഡിലൂടെ പോയി വീണ്ടും ബൾബ് ആ ഓഫ് സമയത്തും പ്രകാശിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഇൻഡക്ടറിൻ്റെ ഉപയോഗം. ഇനി ഇൻഡക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതാണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു, ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ കറൻറ്റ് പെട്ടെന്ന് കൂടുകയില്ല. അത് ഇൻഡക്ടർ വാല്യൂ അനുസരിച്ച് പതുക്കെയോ, ഇൻഡക്ടർ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ വളരെ പതുക്കെയോ, ഇൻഡക്ടർ വാല്യൂ താരതമ്യേന അത്ര കൂടുതലല്ലെങ്കിൽ പെട്ടെന്നോ വർദ്ധിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇത് വർദ്ധിക്കുന്നത് ഈ ഒരു റേറ്റിലാണ്, അതായത് ഈ ഒരു രീതിയിലാണ്. 0-ൽ നിന്ന് തുടങ്ങി കുറേശ്ശെ കൂടി ഒരു മാക്സിമം വാല്യൂവിൽ എത്തുന്നു. ഇങ്ങനെയാണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കറൻറ്റും അതുപോലെ ആയിരിക്കും. ആദ്യം 0 ആയിരിക്കും, അതിൽ നിന്ന് കൂടി മാക്സിമം വാല്യൂ എത്തി, പിന്നെ ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും ആ കറണ്ട് ഇങ്ങനെ പോയി, ഇങ്ങനൊരു വോൾട്ടേജ് ആയിരിക്കും, ഇങ്ങനൊരു കറണ്ട് ആയിരിക്കും ഈ ബൾബിലൂടെ പ്രവഹിക്കുന്നത്. ഇതൊരു സ്മൂത്തായ കറണ്ട് അല്ല, അതായത് കുറയുന്നു, കൂടുന്നു, വീണ്ടും കൂടുതൽ നിന്ന് വീണ്ടും കുറയുന്നു, അങ്ങനെ ഒരു കറണ്ടായിരിക്കും ഇതിലൂടെ ഒഴുകുന്നത്. അതിനെ നമുക്ക് ഒരു DC കറണ്ടായി ഒഴുക്കണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടെ ഇതിൽ കണക്ട് ചെയ്യും. ഇതിലൊരു കപ്പാസിറ്റർ കൂടെ കണക്ട് ചെയ്യും. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജിൻ്റെ പീക്ക് വശം, അതായത് ഇങ്ങനെയാണ് കറണ്ട് ഒഴുകുന്നത്. അതായത് കറണ്ട് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് കൂടുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ പതുക്കെ കറണ്ട് ഇതിലൂടെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒഴുകുന്നത്. ഇതിനെ നമുക്ക് ഒരു DC കറണ്ടാക്കി ഇതിലൂടെ ഒഴുകണം. ഇതിലൂടെ ഒഴുക്കുമ്പോൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലോഡിലൂടെ ഉള്ള കറണ്ടായിരിക്കും. ഇത് ലോഡിലൂടെയുള്ള കറണ്ടും ഈ കറണ്ട് ഈ ഭാഗത്തുള്ള കറണ്ടും കപ്പാസിറ്ററിലേക്കുള്ള കറണ്ടായിരിക്കും. അതായത് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള കറണ്ട് കപ്പാസിറ്ററിലേക്കും, ഒരു ഭാഗം കപ്പാസിറ്ററിലേക്കും വേറൊരു ഭാഗം ലോഡിലേക്കും പോകുന്നു. അതങ്ങനെ പോയി മാക്സിമം എത്തി കപ്പാസിറ്ററിൽ ഇവിടെ ഫുൾ ചാർജ് ആകുന്നു. ഓണാകുന്ന സമയത്ത് കപ്പാസിറ്റർ ഫുൾ ചാർജ് ആകുന്നു. ഇതിലൂടെ ആ സമയത്ത് കറണ്ടും പ്രവഹിക്കുന്നു. പെട്ടെന്ന് ഇത് ഓഫാകുന്ന സമയത്ത് ഇതിലുള്ള കറണ്ട് മാക്സിമത്തിലാണ്. വീണ്ടും അത് കപ്പാസിറ്ററിലേക്ക് കുറച്ച് സമയത്തേക്ക്, അതായത് ഈ ലോഡ് കറണ്ടിൽ താഴെ, ഈ ഇൻഡക്ടർ കറണ്ട് ലോഡ് കറണ്ടിൽ താഴെ വരുന്നത് വരെ ഇത് കപ്പാസിറ്ററിലേക്കാണ് പോകുന്നത്. ലോഡ് കറണ്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ ഇത് കപ്പാസിറ്റർ ചാർജിങ് ആണ്. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡക്ടർ വോൾട്ടേജ്, ഇൻഡക്ടർ കറണ്ട് ഈ I0-നേക്കാൾ കുറയുന്ന സമയത്ത് ഈ കപ്പാസിറ്ററും ഇൻഡക്ടർ കറണ്ടും കൂടെ ചേർന്നാണ് ഈ ലെവൽ വോൾട്ടേജ്, ഈ ലെവൽ കറണ്ട് ഈ ബൾബിലൂടെ ഒഴുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വ്യക്തമായി വരുന്ന വീഡിയോകളിൽ പറയാം. അതായത് ഇൻഡക്ടറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത്, ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത് കറണ്ട് ഒഴുക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത എനർജിയെ ഓഫ് ചെയ്യുന്ന സമയത്ത്, ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്തും ഈ ബൾബിലൂടെ പ്രവഹിപ്പിക്കുന്നു. അതിനു വേണ്ടിയാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. അതേപോലെ അതിനെ ഒന്നുകൂടെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇങ്ങനെയുള്ള റിപ്പിൾ ഒഴിവാക്കാൻ. ഇപ്പോൾ ഇൻഡക്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറണ്ട് ഇങ്ങനെയായിരിക്കും. ഇതിനെ മാറ്റി നമുക്ക് ഏകദേശം ഒരു സ്മൂത്തായ കറണ്ട് ഒഴുക്കാൻ ആയിട്ടാണ് നമ്മൾ കപ്പാസിറ്ററും കൂടെ ആഡ് ചെയ്യുന്നത്. കപ്പാസിറ്റർ പോകുന്ന സമയത്ത് ഇതിലൂടെയുള്ള കറണ്ട് ഇങ്ങനെ സ്മൂത്തായി കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ
ഇപ്പോൾ ഓരോ കമ്പോണൻറ്റിനും ഏകദേശം ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയി ഓരോ കമ്പോണൻസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, കപ്പാസിറ്റർ ആയാലും ഇൻഡക്ടർ ആയാലും സ്വിച്ചസ് ആയാലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിനി വരുന്ന വീഡിയോകളിൽ നോക്കാം.